ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഏറ്റവും സ്നേഹം നിറഞ്ഞ കുഞ്ഞുമക്കളെ, നമ്മൾ ഇന്ന് ഒരു പുതിയ ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണെന്നും നിങ്ങളുടെ പഠന പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ നടക്കുന്നുണ്ട് എന്നും വിശ്വസിക്കുന്നു. ഒരു പുതിയ ക്ലാസ്സിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപായിട്ട് നമുക്കൊരു പ്രാർത്ഥനയോടുകൂടി തന്നെ ആരംഭിക്കാം. എല്ലാവരും കണ്ണുകൾ അടയ്ക്കുക, കൈകൾ കൂപ്പുക. സ്നേഹപിതാവായ ദൈവമേ, വിശ്വാസ പരിശീലനം എന്ന മഹനീയ ശുശ്രൂഷയിലൂടെ ഞങ്ങൾക്ക് ലഭിക്കുന്ന അറിവുകൾ ഞങ്ങളുടെ വിശ്വാസ ജീവിതത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. രക്ഷകനെക്കുറിച്ചുള്ള വാഗ്ദാനങ്ങളും പ്രവചനങ്ങളും പൂർത്തിയായത് അങ്ങിലൂടെയാണെന്ന് തിരിച്ചറിഞ്ഞ് ഈശോയെ അങ്ങയെ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ഈ ഒരു പാഠം പഠിക്കുവാനായിട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ഒരു പ്രത്യേക സന്തോഷം ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്. എന്തുകൊണ്ടായിരിക്കും അത്? നമ്മളുടെ ഈ വർഷത്തെ അവസാനത്തെ ഒരു പാഠമാണ് ഇത്, അല്ലേ? ഈ പാഠം കൂടി കഴിഞ്ഞാൽ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നിങ്ങൾ പരീക്ഷ എഴുതും. അതിനുശേഷം ഒരു വെക്കേഷൻ നിങ്ങളെ കാത്തിരിക്കുന്നു. വീണ്ടും നിങ്ങൾ ഒരു പുതിയ ക്ലാസ്സിലേക്കായിരിക്കും ഇനി കടക്കുവാനായിട്ട് പോവുക. അപ്പോൾ ഈ വർഷം ഒത്തിരിയേറെ കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുകയുണ്ടായി. ഈ ഒരു ക്ലാസ് 15-ാം പാഠം മിശിഹായെക്കുറിച്ചുള്ള വാഗ്ദാനങ്ങളും പ്രവചനങ്ങളും എന്ന ഭാഗമാണ് നമ്മൾ ഈ പാഠത്തിൽ പഠിക്കുവാനായിട്ട് പോകുന്നത്. ഈ പാഠഭാഗത്തിൽ പ്രധാനമായും 3 കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഒന്ന്, ആരാണ് പ്രവാചകർ? എന്താണ് ഇസ്രായേൽ ജനത്തിനിടയിലുള്ള പ്രവാചകരുടെ ദൗത്യം? രണ്ടാമതായിട്ട് ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ. അടുത്തതായി മിശിഹായെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ. ഈ ഒരു 3 ഭാഗങ്ങളാണ് നമ്മൾ ഈ പാഠത്തിലൂടെ മനസ്സിലാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് പാഠത്തിലേക്ക് കടക്കാം, അല്ലേ? നിങ്ങൾ കഴിഞ്ഞ പാഠത്തിൽ പ്രവാചകരെക്കുറിച്ച് വളരെ വിശദമായിട്ട് പഠിച്ചതാണ്. പ്രവാചകർ ആരായിരുന്നു, ഏതെല്ലാം തരത്തിലുണ്ടായിരുന്നു, വലിയ പ്രവാചകരെക്കുറിച്ചും ചെറിയ പ്രവാചകരെക്കുറിച്ചും, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട പ്രവാചകർ ആരൊക്കെയായിരുന്നു, എന്തുകൊണ്ടാണ് അവർ നടത്തി വന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് അങ്ങനെ വിശദമായി നിങ്ങൾ കഴിഞ്ഞ പാഠത്തിൽ പഠിച്ചതാണ്. ആരായിരുന്നു പ്രവാചകർ? എല്ലാവർക്കും, സാധാരണക്കാരായിട്ടുള്ള എല്ലാവർക്കും പ്രവാചകത്വം കിട്ടിയിരുന്നതായിട്ട് നമ്മളോട് പറയുന്നുണ്ടോ? ഇല്ല. പ്രവാചകർ എന്ന് പറയുന്നത് വളരെ പ്രത്യേകമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികളായിരുന്നു, അല്ലേ? അങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നത്. അവർ ദൈവത്താൽ പ്രത്യേകമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തികളായിരുന്നു. അപ്പോൾ അങ്ങനെ തിരഞ്ഞെടുക്കണമെങ്കിൽ അവർക്ക് എന്തെങ്കിലും പ്രത്യേകതകൾ ഉണ്ടായിരിക്കണമല്ലോ. നിങ്ങളെപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ അത്? എന്തായിരിക്കും അവരെ അങ്ങനെ പ്രത്യേകമായിട്ട് ദൈവം തിരഞ്ഞെടുക്കാൻ, തനിക്ക് വേണ്ടി സംസാരിക്കാനായിട്ട് പ്രത്യേകമായിട്ട് തിരഞ്ഞെടുക്കാനുള്ള ഒരു കാരണം എന്തായിരിക്കും? ഏറ്റവും പ്രധാനം, അവർ ഏകദൈവത്തിൽ അടിയുറച്ച് വിശ്വസിച്ചിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് നമുക്ക് എടുത്തു പറയാവുന്നത്. ഏകദൈവത്തിൽ അടിയുറച്ച് വിശ്വസിച്ചിരുന്ന വ്യക്തികളായിരുന്നു പ്രവാചകർ. 2, കൽപ്പനകൾ അനുസരിച്ചിരുന്ന വ്യക്തികളായിരുന്നു. ദൈവകൽപ്പനകൾ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങളാണെന്നുള്ളത് നമുക്കറിയാം. അത് വളരെ കൃത്യമായി പാലിച്ചിരുന്ന, ദൈവത്തോട് ചേർന്ന് നടന്നിരുന്ന, ദൈവത്തിൻ്റെ കൂടെ നടന്നിരുന്ന വ്യക്തികളായിരുന്നു പ്രവാചകർ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ആ പ്രവാചകരെ തനിക്ക് വേണ്ടി സംസാരിക്കുവാനായിട്ട് ദൈവം തിരഞ്ഞെടുക്കുവാനായിട്ട് ശ്രമിച്ചത്. ഇനി പ്രവാചകർ ഇസ്രായേൽ ജനത്തിനിടയിൽ എന്താണ് ചെയ്തിരുന്നത്? അത് പറയാനായിട്ട് ഒരു ചെറിയ ഉദാഹരണം നിങ്ങളോട് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളെല്ലാവരും കടൽ കണ്ടിട്ടുണ്ടാകാം. ഈ കടൽ തീരത്ത് നിങ്ങൾ പോയിട്ടുണ്ടാകും. കടൽ തീരത്ത് നിങ്ങൾ പോകുമ്പോൾ ചിലപ്പോൾ വെറുതെ നടക്കാൻ പോകുന്നതായിരിക്കും, അല്ലെങ്കിൽ കടലിൽ ഇറങ്ങാനായിട്ട് നമ്മൾ പോകുന്നതായിരിക്കും. നമ്മളെല്ലാവരും കടലിൽ ഇറങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ കടൽ തീരത്തൊക്കെ വലിയ ബീച്ചുകളിലൊക്കെ പോകുന്ന സമയത്ത് അവിടെ ഒരു പ്രത്യേക വിഭാഗത്തെ നിങ്ങൾ ഒരു പക്ഷേ കണ്ടിട്ടുണ്ടാകാം. ആരാണത്? അവിടെ വരുന്ന ആളുകളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ലൈഫ് ഗാർഡ് എന്നൊരു വിഭാഗത്തെ നിങ്ങൾ ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാകാം. നമ്മളൊരു വലിയ ബീച്ചിലേക്കൊക്കെ ചെല്ലുമ്പോൾ നമ്മുടെ ചെല്ലുന്ന ആളുകളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് അവിടെ ഒരു ബോർഡിൽ കുറേ നിർദ്ദേശങ്ങളൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഈ നിർദ്ദേശങ്ങൾ എപ്പോഴും നമ്മൾ പാലിക്കാറുണ്ടോ? ഇല്ല. അല്ലെങ്കിൽ വെള്ളത്തിൽ ഇറങ്ങുന്ന സമയത്ത് നമുക്ക് ഇറങ്ങാവുന്ന ഒരു ഭാഗത്തെ അടയാളപ്പെടുത്തുന്ന ഒരു സേഫ് ഏരിയ നമ്മൾ കാണും. പക്ഷേ ചില ബിരുദന്മാരൊക്കെ എന്ത് ചെയ്യും? ഈ സേഫ് ലൈനൊക്കെ ക്രോസ് ചെയ്ത് ചിലപ്പോൾ അതിനപ്പുറത്തേക്ക് നീന്താനൊക്കെ ശ്രമിക്കും. ലൈഫ് ഗാർഡുമാർ ഇത് കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യും?
അവർ നമുക്ക് മുന്നറിയിപ്പ് നൽകും. അവർ മുന്നറിയിപ്പ് നൽകാനായിട്ട് ഒന്നുകിൽ വിസിലടിക്കുകയോ അല്ലെങ്കിൽ നമ്മളെ ഏതെങ്കിലും തരത്തിൽ നമ്മളെ അറിയിക്കും. എന്തിനു വേണ്ടിയിട്ടാണ് അവർ അങ്ങനെ ചെയ്യുന്നത്? അവിടെ ഇറങ്ങുന്ന ഓരോ വ്യക്തികളുടെയും സുരക്ഷ, ജീവൻ്റെ സുരക്ഷ അവരുടെ കയ്യിലായതുകൊണ്ടാണ് അവർ അപ്രകാരം ചെയ്യുന്നത്. ഒരു തരത്തിൽ പ്രവാചകന്മാർ ഇസ്രായേൽ ജനത്തിനിടയിൽ നടത്തി വന്നിരുന്ന ദൗത്യം ഇതിനോട് സാമ്യമുള്ളതാണ്. എന്താണ്? ഇസ്രായേൽ ജനം എന്ന് പറഞ്ഞത് ദൈവത്താൽ പ്രത്യേകമായി തിരഞ്ഞെടുക്കപ്പെട്ട, ദൈവത്താൽ നയിക്കപ്പെട്ട, ദൈവവുമായിട്ട് ഉടമ്പടി ചെയ്യപ്പെട്ട ഒരു ദൈവത്തിൻ്റെ സ്വന്തം ജനമായിരുന്നു. പക്ഷേ എങ്കിലും പല സമയങ്ങളിലും അവർ ദൈവകൽപ്പന മറന്ന് തെറ്റിൻ്റെ വഴിയെ അല്ലെങ്കിൽ അന്യ ദേവന്മാരുടെ ആരാധനയ്ക്കും മറ്റ് തെറ്റുകൾക്കുമായിട്ട് ദൈവസന്നിധിയിൽ നിന്ന് മാറിപ്പോകുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഈ സമയത്തെല്ലാം ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്ന വ്യക്തികളാണ് പ്രവാചകന്മാർ. അവർ ഇസ്രായേൽ ജനത്തെ ദൈവസന്നിധിയിലേക്ക് തിരിച്ച് വരേണ്ട ആവശ്യകതയെപ്പറ്റി നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നു. മറ്റൊന്ന്, ദൈവകൽപ്പനകൾ ഇസ്രായേലിയർക്ക് നൽകപ്പെട്ടിരുന്നുവെങ്കിലും അവർ പലപ്പോഴും ആ കൽപ്പനകളെ വിസ്മരിക്കുകയാണ് ഉണ്ടായത്. ഈ സമയത്തെല്ലാം കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കേണ്ട ആവശ്യകതയെപ്പറ്റി പ്രവാചകന്മാർ ഇസ്രായേൽ ജനത്തെ നിരന്തരമായിട്ട് ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നു. ശരിക്കും എന്താ പറയുക, നമ്മളൊരു ക്ലോക്കിലൊക്കെ അലാം ചെയ്യുന്ന പോലെയാണ്. അതായത് ഇസ്രായേൽ ജനം എപ്പോഴൊക്കെ കൽപ്പനകളിൽ നിന്ന് മാറിപ്പോകുന്നോ, തെറ്റിൻ്റെ വഴിയിലേക്ക് പോകുന്നോ, അപ്പോഴെല്ലാം പ്രവാചകന്മാർ അവരെ നിരന്തരമായിട്ട് ഓരോ കാര്യങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു മുന്നറിയിപ്പ് നൽകുന്ന അല്ലെങ്കിൽ അവരുടെ ജീവിതത്തെ ദൈവവുമായിട്ട് കൂടുതൽ അടുപ്പിക്കുന്ന ഒരു വ്യക്തികളായിരുന്നു പ്രവാചകർ എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒന്ന് ഓർത്ത് നോക്കിയേ, നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇങ്ങനെ പ്രവാചക ദൗത്യമുള്ള വ്യക്തികളില്ലേ? നമ്മൾ എന്തെങ്കിലും കൊച്ചു കൊച്ചു തെറ്റുകൾ ചെയ്ത് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നും അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വഴിയിൽ നിന്നും അകന്നു പോകുമ്പോൾ നമ്മളെ നേർവഴിക്ക് നയിക്കുന്ന വ്യക്തികൾ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലുണ്ട്, അല്ലേ? ആരൊക്കെയാണത്? നമ്മുടെ ആത്മീയ പിതാക്കന്മാരായ വൈദികരുണ്ട്, നമുക്ക് വേണ്ടി സേവനം ചെയ്യുന്ന സന്യസ്തരുണ്ട്, നമ്മുടെ മാതാപിതാക്കളുണ്ട്, നമ്മുടെ അധ്യാപകരുണ്ട്. അങ്ങനെ നിരവധി വ്യക്തികൾ നമ്മുടെ ജീവിതത്തിൽ പ്രവാചക ദൗത്യവുമായിട്ട് കടന്നു വരുന്ന ആളുകളുണ്ട്. ഇനി നമുക്കും മറ്റുള്ളവരുടെ ജീവിതത്തിലെ പ്രവാചകന്മാരായി മാറാൻ സാധിക്കും. എങ്ങനെയാണ് സാധിക്കുക? നമ്മൾ ദൈവകൽപ്പനകളനുസരിച്ച് നല്ല കുട്ടികളായിട്ട് വളർന്നു വരുന്നതിലൂടെ നമുക്കും മറ്റുള്ളവരുടെ ജീവിതത്തിലെ പ്രവാചക ദൗത്യം ഏറ്റെടുക്കാനായിട്ട് സാധിക്കും. അവർ ഒരു പ്രത്യേകത കൂടിയുള്ളത്, പ്രവാചകന്മാർ ശിക്ഷയുടെ വാക്കുകൾ മാത്രമല്ല പ്രതീക്ഷയുടെ വാക്കുകളും നൽകിയിരുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. പ്രതീക്ഷയുടെ വാക്കുകൾ എന്നുള്ളത് അത് ഒരു രക്ഷകനെക്കുറിച്ചായിരുന്നു, രക്ഷകനായ മിശിഹായെക്കുറിച്ച്. നമുക്കറിയാം മിശിഹ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം അഭിഷിക്തൻ എന്നാണെന്നാണ് നമ്മൾ കാണുക. അപ്പോൾ രക്ഷകനായ മിശിഹായെക്കുറിച്ചുള്ള പ്രതീക്ഷയുടെ വാക്കുകളും പ്രവാചകന്മാർ നമുക്ക് നൽകിയിരുന്നു. ഇനി നമ്മൾ കാണുന്നത് ദൈവം നമുക്ക് നൽകിയ വാഗ്ദാനങ്ങളെക്കുറിച്ചാണ്. എന്താണ് ഒരു വാഗ്ദാനം എന്ന് പറയുന്നത്? നമ്മൾ വാഗ്ദാനങ്ങളെക്കുറിച്ച് പറയുമ്പോൾ എന്താണ് ഒരു വാഗ്ദാനം? നമ്മൾ നിരവധി വാഗ്ദാനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ നിരവധി വാഗ്ദാനങ്ങൾ കാണുന്നുണ്ടാവും. ഒരു ചെറിയ ഉദാഹരണം പറയാം. ഒരു തിരഞ്ഞെടുപ്പ് സമയത്ത് തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്ന ഒരു സ്ഥാനാർത്ഥി, ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ ഇന്ന കാര്യങ്ങൾ ചെയ്യാം, അതായത് എന്താ പറയുക, റോഡ് നന്നാക്കി തരും, പാലം ഉണ്ടാക്കും, അല്ലെങ്കിൽ ഞാൻ അവിടെ പുതിയ ബസ് സ്റ്റാൻഡ് ഉണ്ടാക്കും, അങ്ങനെ പല 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 നിർദ്ദേശങ്ങൾ നമുക്ക് തരും. ഇന്ന കാര്യങ്ങൾ ഞാൻ ചെയ്തു തരാം എന്ന് പറഞ്ഞുകൊണ്ട് അത് അവരുടെ പ്രകടന പത്രികയിൽ അച്ചടിച്ച് നമ്മളുടെ എല്ലാവരുടെയും വീടുകളിൽ കിട്ടി നമ്മളെല്ലാവരും വായിച്ചിട്ടുണ്ടാവും, ഇല്ലേ? അതൊരു തരം വാഗ്ദാന പ്രകടനമാണ്. അവരുടെ തെരഞ്ഞെടുപ്പിനെ ജയിക്കാൻ വേണ്ടിയിട്ട് അവർ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് വാഗ്ദാനങ്ങൾ നൽകുക, അവരുടെ പ്രകടന പത്രികയിലൂടെ നൽകുക എന്നുള്ളത്. രണ്ട്, മാതാപിതാക്കൾ നമുക്ക് വാഗ്ദാനങ്ങൾ തരാറുണ്ട്. ഉദാഹരണത്തിന് നിങ്ങളിപ്പോൾ ക്ലാസ്സിൽ ഇപ്പോൾ ഒരു പരീക്ഷയ്ക്ക് അടുത്ത് നിങ്ങളൊരു പരീക്ഷയെ നേരിടാനായിട്ട് പോവുകയാണ്. അപ്പോൾ മാതാപിതാക്കൾ നിങ്ങളോട് പറയുകയാണ്, ഈ വർഷത്തെ പരീക്ഷയ്ക്ക് കഴിഞ്ഞ വർഷം വാങ്ങിയതിനേക്കാൾ കൂടുതൽ മാർക്ക് വാങ്ങിയാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു വസ്തു സമ്മാനമായി നൽകാം എന്ന് പറഞ്ഞു എന്ന് വിചാരിക്കുക. അതൊരു വാഗ്ദാനമാണ്. നിങ്ങളുടെ കൂട്ടുകാർ നിങ്ങൾക്ക് വാഗ്ദാനങ്ങൾ നൽകാറുണ്ട്. നിങ്ങൾ ക്ലാസ്സിൽ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്തതിന് ശേഷം പറയുകയാണ്, മാത്സിൻ്റെ ഒരു ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻ്റെ ആൻസർ ചെയ്യാനായിട്ട് എന്നെ സഹായിച്ചാൽ ഞാൻ നിനക്ക് ചോക്ലേറ്റ് വാങ്ങിത്തരാം. ഇതെല്ലാം വാഗ്ദാനങ്ങളാണല്ലേ. ഇതിനകത്ത് നമ്മൾ വിശ്വസിക്കാൻ എന്തെങ്കിലും ഒരു സാധ്യതയുള്ളത് നമ്മുടെ മാതാപിതാക്കൾ നൽകുന്ന വാഗ്ദാനങ്ങളാണ്. കാരണം അവരോട് നമുക്ക് നിരന്തരം ചോദിക്കുകയെങ്കിലും ചെയ്യാം, എനിക്ക് വാങ്ങിച്ചു തന്നില്ലെങ്കിൽ എന്താണെന്നുള്ളത് ചോദിക്കുകയെങ്കിലും ചെയ്യാം. മറ്റുള്ളവരുടെ അടുത്തൊക്കെ നമുക്ക് ചോദിക്കാൻ പറ്റില്ലല്ലോ. ഇവിടെ അപ്പോൾ വാഗ്ദാനം എന്ന് പറയുന്നത് നമുക്ക് എന്തെങ്കിലും നൽകാം എന്നുള്ള ഒരു ഉറപ്പ് തരലാണ് വാഗ്ദാനം എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ കാണുന്ന വാഗ്ദാനം എന്ന് പറയുന്നത് ദൈവം നമുക്ക് നൽകുന്ന വാഗ്ദാനമാണ്. ദൈവം നൽകുന്ന വാഗ്ദാനത്തിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താണത്?
അത് തീർച്ചയായിട്ടും നടപ്പിലാവുന്നൊരു വാഗ്ദാനമാണ്. കാരണം തിരുവചനം പറയുന്നു, ദൈവം വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ്. ഇനി നമുക്ക് നൽകപ്പെട്ട വാഗ്ദാനങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. ആദ്യ വാഗ്ദാനം നമ്മൾ കാണുന്നത് ആദി മാതാപിതാക്കൾക്ക് ദൈവം നൽകുന്ന ഒരു വാഗ്ദാനമാണ്. നമുക്കറിയാം, ഏദൻ തോട്ടത്തിൽ ദൈവത്തോടൊപ്പം ആദ്യ മാതാപിതാക്കളായ ആദവും ഹൗവയും വളരെ സന്തോഷത്തോടെ, വളരെ സൗഖ്യത്തോടെ, സുഖമായിട്ട് താമസിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഇതിനിടയിൽ എന്താ സംഭവിച്ചത്? പിശാചിൻ്റെ പ്രലോഭനം മൂലം അവർ ദൈവത്തിനെതിരായിട്ട് പാപം ചെയ്ത് അവർ ഏദൻ തോട്ടത്തിൽ നിന്നും പുറത്താകുന്നു. ഈ ഏദൻ തോട്ടത്തിൽ വളരെ സുഖമായിട്ട് താമസിച്ചുകൊണ്ടിരുന്ന രണ്ട് വ്യക്തികൾ ഏദൻ തോട്ടത്തിൽ നിന്ന് ദൈവം അവരെ പുറത്താക്കി കഴിഞ്ഞപ്പോൾ അവർക്ക് ഒത്തിരിയേറെ കഷ്ടതകൾ അനുഭവിക്കേണ്ടി വന്നു. അവർ ആഹാരത്തിന് വേണ്ടിയിട്ട് കല്ലും മുള്ളും നിറഞ്ഞ ഭൂമിയിൽ ജോലി ചെയ്യേണ്ടി വന്നു. താമസിക്കാനൊരിടത്തിന് വേണ്ടി അവർ അലയേണ്ടി വന്നു. അങ്ങനെ അവർ ഒത്തിരിയേറെ കഷ്ടതകൾ സഹിച്ചാണ് പിന്നീടുള്ള കാലം കഴിച്ചു കൂട്ടിയത്. അവരുടെ കഷ്ടതകൾ കണ്ട് ദൈവത്തിന് ഒത്തിരിയേറെ വിഷമതകൾ ഉണ്ടായി, ഒത്തിരിയേറെ അവരോട് അനുകമ്പ തോന്നി. അതിൻ്റെ ഫലമായി ദൈവം ആദ്യ മാതാപിതാക്കളുടെ കഷ്ടപ്പാടുകൾ മാറ്റുന്നതിന് വേണ്ടി ഒരു രക്ഷകനെ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ആ രക്ഷകൻ ഈശോയാണ് ദൈവം വാഗ്ദാനം ചെയ്ത ആ രക്ഷകൻ. ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിൽ അടുത്തതായി നമ്മൾ കാണുന്നത്, നമ്മൾ ഈ വർഷം പഠിച്ച പാഠങ്ങൾക്കിടയിൽപ്പെട്ട ഒരു പാഠത്തിൽ നിന്നുള്ള ഭാഗമാണ്. അതായത്, ഇസ്രായേലിന് രക്ഷകനായി ദൈവം തന്നെപ്പോലെ ഒരു പ്രവാചകനെ നൽകുമെന്ന് മോശ ഇസ്രായേൽ ജനത്തിനോട് വാഗ്ദത്ത ഭൂമിയിലേക്കുള്ള യാത്രക്കിടയിൽ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. അത് ദൈവം മോശ വഴി ഇസ്രായേൽ ജനത്തിന് നൽകുന്നതാണ്. മോശയെപ്പോലെ തന്നെ മറ്റൊരു പ്രവാചകനെ ഇസ്രായേലിൻ്റെ രക്ഷയ്ക്കായിട്ട് നൽകുമെന്ന് മോശ ഇസ്രായേൽ ജനത്തിന് വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഈ രണ്ട് വാഗ്ദാനങ്ങളാണ് ദൈവം നൽകിയ വാഗ്ദാനങ്ങളായിട്ട് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്, ആദ്യം നമ്മൾ കണ്ടത് പ്രവാചകന്മാരെക്കുറിച്ചാണ്. പ്രവാചകന്മാർ എന്തായിരുന്നു, ആരായിരുന്നു പ്രവാചകർ, അവരുടെ ഇസ്രായേൽ ജനത്തിനിടയിലുള്ള അവരുടെ ദൗത്യം എന്തായിരുന്നു എന്നുള്ളത് നമ്മൾ കണ്ടു. പിന്നീട് നമ്മൾ പഠിച്ചത് ദൈവം തന്ന രണ്ട് വാഗ്ദാനങ്ങളെക്കുറിച്ചാണ്. ഒന്ന്, ദൈവം ആദ്യ മാതാപിതാക്കൾക്ക് ഒരു രക്ഷകനെ വാഗ്ദാനം ചെയ്യുന്നു. രണ്ടാമതായി, തന്നെപ്പോലെ ഒരു പ്രവാചകനെ ഇസ്രായേൽ ജനത്തിൻ്റെ രക്ഷയ്ക്കായി നൽകുമെന്ന് മോശ ഇസ്രായേൽ ജനത്തിന് വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഇനി ഇന്ന് പഠിച്ച ഈ പാഠങ്ങളെ ആസ്പദമാക്കി ഒരു ചെറിയ ആക്ടിവിറ്റി നിങ്ങൾക്ക് നൽകുകയാണ്. അതായത്, ഇന്ന് നമ്മൾ വാഗ്ദാനങ്ങളെക്കുറിച്ചാണ് പഠിച്ചത്. ദൈവം നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നൽകിയ വാഗ്ദാനങ്ങളാണ് നിങ്ങൾ ഓരോരുത്തരും. ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ ദൈവമക്കളായിട്ട് ജീവിക്കാനുള്ള ഒരു വിളി നിങ്ങൾക്കെല്ലാവർക്കും ഉണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ട 5 കാര്യങ്ങൾ, നിർബന്ധമായും ചെയ്യേണ്ട 5 കാര്യങ്ങൾ ചെയ്യും എന്ന് ഒരു വാഗ്ദാനമായിട്ട് നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നൽകണം. മാതാപിതാക്കൾക്ക് നേരിട്ട് കൊടുക്കുകയല്ല, നിങ്ങൾ അതിനു വേണ്ടി ഞാൻ നാളെ മുതൽ ഇന്ന കാര്യങ്ങൾ ചെയ്യും, ഇന്ന കാര്യങ്ങളിൽ ശ്രദ്ധിക്കും, അല്ലെങ്കിൽ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിനെക്കുറിച്ച് 5 പോയിൻറ്റ്സ് എഴുതിയതിന് ശേഷം നിങ്ങളുടെ ടീച്ചറുടെ കയ്യിൽ ഏൽപ്പിക്കുക. അപ്പോൾ അടുത്ത ക്ലാസ്സിന് മുമ്പ് ഞാനത് എല്ലാ ടീച്ചേഴ്സിനെയും വിളിച്ച് അന്വേഷിക്കുന്നതാണ്. നിങ്ങൾ എന്തൊക്കെയാണ് പുതിയ വാഗ്ദാനങ്ങൾ എടുത്തിരിക്കുന്നതെന്ന് ഞാൻ അന്വേഷിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ് നമുക്കൊരു പ്രാർത്ഥനയോട് കൂടി തന്നെ അവസാനിപ്പിക്കാം. പ്രത്യാശയുടെ സന്ദേശമായി അവതരിച്ച മിശിഹായെ, ഇന്ന് ഞങ്ങൾ പഠിച്ച പാഠങ്ങളിലൂടെ ഏകദൈവമായ അങ്ങിൽ അടിയുറച്ച് വിശ്വസിക്കുന്നതിനും കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുന്നതിനും ഞങ്ങളെ ഓരോരുത്തരെയും ശക്തരാക്കണമേ. ഞങ്ങൾക്ക് നൽകപ്പെട്ട രക്ഷകനായ മിശിഹായോട് ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളിലും ചേർന്ന് നിൽക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ.